എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. അപ്പോൾ നമ്മളുടെ ഓണം സീരീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഓണ വിഭവം കൂട്ടുകറി. അപ്പോൾ കൂട്ടുകറി തന്നെ പലരും പല രീതിയിലാണ് ചെയ്യാറ്. ചിലർ കടലപ്പരിപ്പ് വെച്ച് ചെയ്യും, അതുപോലെ കടല വെച്ചിട്ട് ചെയ്യും. പച്ചക്കറികളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കടലപ്പരിപ്പ് വെച്ചിട്ടാണ്. അതുപോലെ പച്ചക്കറികളിൽ നമ്മൾ ചേന, കുമ്പളങ്ങ. അപ്പോൾ നമ്മളുടെ കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ കടല വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നമ്മളുടെ സൈഡിലൊക്കെ ഈ കടലപ്പരിപ്പ് കൊണ്ടാണ് കൂട്ടുകറി ഉണ്ടാക്കുക. പിന്നെ ചെറിയൊരു കഷ്ണം ചേന ചതുര കഷ്ണമായി അരിഞ്ഞത്, അതുപോലെ തന്നെ കുമ്പളൻ അതും ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. ആദ്യം നമുക്ക് കടലപ്പരിപ്പ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് കഴുകിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം പരിപ്പ് വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് അടച്ചു വെച്ച് 2 വിസിൽ. ഇത് ഓവറായിട്ട് വേവാൻ പാടില്ല, വെന്തുടയാൻ പാടില്ല. അതുകൊണ്ട് കറക്റ്റ് 2 വിസിൽ അടുപ്പിച്ചാൽ മതി. വെന്ത ശേഷം മാറ്റി വയ്ക്കാം. നമുക്ക് കടലപ്പരിപ്പ് വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ച ശേഷം അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ആ വെള്ളം നമ്മൾ കളയുന്നില്ല, സെയിം വെള്ളം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കടല വേവിച്ച വെള്ളം കളയാതെ അതിൽ തന്നെയാണ് പച്ചക്കറികൾ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചേന, അതുപോലെ തന്നെ കുമ്പളങ്ങ, ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുരുമുളക് പൊടി അതൊരു 2.5 ടീസ്പൂണോളം ചേർക്കണം. കാരണം കുരുമുളകിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വേണം. അപ്പോൾ നമ്മളൊരു 2.5 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി, കാരണം നമ്മൾ വേവിച്ച വെള്ളം കുറച്ചേ ഉള്ളൂ, കടല വേവിച്ച വെള്ളം. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു വിസിൽ, കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി, അത് വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് നാളികേരം ചേർക്കാൻ പോവുകയാണ്. നാളികേരം ചിരകിയത്. സാധാരണ എല്ലാവരും പച്ചക്കാണ് തേങ്ങ അരയ്ക്കാറ്, തേങ്ങ ചിരകി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്യണം, എന്നിട്ടാണ് അരച്ചെടുക്കുന്നത്. എലിശ്ശേരി ചെയ്യുന്ന സമയത്താണ് ഇതേപോലെ പച്ച തേങ്ങ അരച്ചിട്ട് പിന്നെ തേങ്ങ വറുത്തിടുന്നത്. കൂട്ടുകറി എപ്പോഴും തേങ്ങ വറുത്തിട്ടാണ് അരയ്ക്കാറ്. തേങ്ങ നല്ല ബ്രൗൺ കളറായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ അരയ്ക്കുന്നതിന് മുന്നേ നമ്മളതിലേക്ക് ഒരു 2 വറ്റൽ മുളക്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ജീരകം കൂടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് നന്നായിട്ട് വെന്ത് വന്നു. അപ്പോൾ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ രണ്ടും നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, വെറും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇനി നമ്മളതിലേക്ക് ശർക്കര ചേർക്കാൻ പോവുകയാണ്. ഞാനിവിടെ ശർക്കര പാനിയാണ് ചേർക്കുന്നത്. അപ്പോൾ ശർക്കര പൊട്ട് നല്ല ശർക്കരയാണെങ്കിൽ ശർക്കരയായിട്ട് അങ്ങനെ തന്നെ ചേർത്താലും മതി. ഒരു ചെറിയ ശർക്കര കഷ്ണം അത് ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ മധുരം നോക്കിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളം മുഴുവൻ നന്നായിട്ട് വറ്റി വരണം, നല്ല ഡ്രൈ ആയിട്ട് വരണം. കഷ്ണങ്ങളിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നാളികേരം നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതിലേക്ക് കുറച്ച് ജീരകം, വറ്റൽമുളക് ഇത്രയും ചേർത്ത് അരച്ചതാണ്. അത് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നാളികേര പേസ്റ്റ് ചേർത്ത ശേഷം നമ്മൾ കുറച്ച് നേരം കൂടി അടുപ്പത്തൊന്ന് വെക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണത്. എന്നിട്ട് അതിന് ശേഷം തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ തേങ്ങ വറുത്തിടാൻ പോവുകയാണ്. അപ്പോൾ തേങ്ങ വറുത്തിടുമ്പോൾ അതിലൊരു പ്രത്യേകത ഉണ്ട്. തേങ്ങ ഒന്ന് ചതച്ചിട്ട് വേണം വറുത്തിടാൻ. കൂട്ടുകറിയിൽ എപ്പോഴും നമ്മൾ തേങ്ങ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് ചതച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. എലിശ്ശേരിയിലാകുമ്പോഴാണ് നമ്മൾ തേങ്ങ ചിരകിയ പോലെ തന്നെ ഫ്രൈ ചെയ്തിടുന്നത്. കൂട്ടുകറിയിൽ എപ്പോഴും ചതച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് കടുക്, ഒരു 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത ശേഷം ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇതേപോലെ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ബാക്കിലേക്ക് കറക്കിയാൽ മതി. അങ്ങനെയാണ്. അപ്പോൾ ഒരു 2 പ്രാവശ്യം കറക്കുമ്പോൾ ഇതേപോലെ നല്ല നൈസായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടും. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
ഈ തീ ഓഫാക്കിയ ശേഷം നമ്മളുടെ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. നാളികേരം ഫ്രൈ ചെയ്ത് ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സദ്യ സ്റ്റൈൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു 4 ആൾക്കുള്ള സദ്യക്കുള്ള കൂട്ടുകറി ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിയലായിട്ട് ഒരു സദ്യ സ്റ്റൈൽ കൂട്ടുകറി ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും പാലക്കാട് മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഉള്ള അതേ രീതിയിൽ കല്യാണങ്ങൾക്കൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള കൂട്ടുകറി ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് അടുത്ത ഓണ വിഭവമായിട്ട് അടുത്ത ദിവസം കാണാം. അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്